ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് രണ്ട് ക്ലാസിക് ഹൊറർ സ്റ്റോറികളാണ്. എന്നാൽ ആ കഥയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഡാർക്ക് ഹൊറർ, മിസ്റ്ററി, ഹിസ്റ്ററി, ഹണ്ടിങ്, ക്രൈം തുടങ്ങിയ വിഷയങ്ങൾ കേൾക്കുവാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനു പറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കഥകൾ മാത്രമാണ്. അത്തരം കഥകൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ചാനലിൻ്റെ ഭാഗമാവുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കായിട്ടും കമൻ്റായിട്ടും നൽകുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്കും അതോടൊപ്പം ടെലഗ്രാമിൻ്റെ ലിങ്കും കീഴെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ കാണിക്കുവാൻ കഴിയാത്ത കഥകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോസും ടെലഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുക. ഒപ്പം വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് കിട്ടും. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഒന്നാമത്തെ കഥയുടെ പേര് ദി ലേഡി ഇൻ ബ്ലാക്ക് എന്നാണ്. 1980 ജൂൺ 28, സമയം വൈകുന്നേരം 5:15 ആയിട്ടുണ്ട്. റോബർട്ട് ഡേവിഡ്സൺ എന്ന വ്യക്തി മോട്ടോർ സൈക്കിളിൽ ഇന്റർസ്റ്റേറ്റ് 74 ഹൈവേയിലൂടെ പോവുകയാണ്. അവർക്ക് പോകേണ്ടത് ആക്ടൺ എന്നു പേരുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇന്ത്യാന സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് അവരുടെ യാത്ര ഇപ്പോൾ പോകുന്നത്. ഇന്ത്യാനാപോളിസിന് പുറത്തുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ആക്ടൺ. റോബർട്ടിന്റെ ബൈക്കിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അവരുടെ പേര് വാണ്ട. ഈ ദമ്പതികൾ തങ്ങളുടെ മകളെയും അതുപോലെ ആക്ടണിൽ താമസിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങളെയും കാണുവാനാണ് അവിടേക്ക് ഇപ്പോൾ പോകുന്നത്. അവരുടെ മകൾ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ ആകാശം മൂടിക്കെട്ടി കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു മഴ ഉടനെ പെയ്യുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മഴയ്ക്ക് മുൻപ് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് തീരുമാനിച്ച് റോബർട്ട് ബൈക്കിന്റെ വേഗത കൂട്ടി. ഒരു കാറ്റ് വന്ന് മഴമേഘങ്ങളെയും തൂത്തുവാരി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിരുന്നുവെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചു. മഴയ്ക്ക് മുൻപ് എങ്ങനെയെങ്കിലും ആക്ടണിൽ എത്തിച്ചേരണം. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. നല്ല വലിപ്പമുള്ള മഴത്തുള്ളികൾ മാനത്തു നിന്ന് മടർന്ന് അവരുടെ ദേഹത്തേക്ക് പതിക്കുവാൻ തുടങ്ങി. എത്രയും വേഗം വണ്ടി നിർത്തി താനും വാണ്ടയും റെയിൻ ജാക്കറ്റ് ധരിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് റോബർട്ട് റോഡിന്റെ വശത്തായിട്ട് ബൈക്ക് നിർത്തി. വാണ്ട ബൈക്കിൽ നിന്നും ഇറങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ റോബർട്ടും ഇറങ്ങി. മോട്ടോർ സൈക്കിളിന്റെ പിന്നിലെ ചെറിയ ട്രങ്ക് തുറന്ന് അയാൾ റെയിൻ ജാക്കറ്റുകൾ എടുക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അതുണ്ടായത്. അവിടെ മാകെ കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം മിന്നിമറഞ്ഞു. തൊട്ടു പിന്നാലെ ഭൂമി കിടുങ്ങും പോലെ ഒരു ഇടിശബ്ദവും മുഴങ്ങി. അതിനെ തുടർന്ന് റോബർട്ടിന് ശരീരമാസകലം വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. തന്റെ പേശികൾ കല്ല് പോലെ മരവിക്കും പോലെ അവന് തോന്നി. പിന്നെ അയാൾ ആ ഹൈവേയിൽ ചലനമില്ലാതെ നിലംപതിച്ചു. റോബർട്ടിന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ അടഞ്ഞു. അയാൾക്ക് ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടിലായി. ഈ സംഭവത്തെ തുടർന്ന് അല്പസമയത്തിന്റെ ഉള്ളിൽ ഒരു ആംബുലൻസ് സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. കിംബർലി കോ എന്നു പേരുള്ള സ്ത്രീ അടങ്ങുന്ന നിരവധി ഫസ്റ്റ് റെസ്പോണ്ടർമാർ അതിലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ നേതാവാണ് കിംബർലി. അവർക്ക് ഇതിനോടകം ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇന്റർസ്റ്റേറ്റ് ഹൈവേ 74 വണ്ടി നിർത്തിയ ഒരാൾക്ക് മിന്നൽ ഏറ്റിരിക്കുന്നു. തൊട്ടു പിന്നാലെ അവിടെ എത്തിയ മറ്റൊരു വണ്ടിയിലെ ആളുകളാണ് ഈ ഇൻഫർമേഷൻ അവരെ അറിയിച്ചത്. മെഡിക്കൽ ടീം അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് പരിശോധിച്ചു. റോബർട്ട് നിലത്ത് കിടക്കുന്നു. അവന് ചലനമില്ല. ഇതിനോടകം അയാളുടെ ചർമ്മം മെഴുകുപോലെ ചാരനിറത്തിൽ മാറിയിരുന്നു. കാരണം 2 ലക്ഷത്തിനടുത്ത് വോൾട്ടാണ് അയാളുടെ ശരീരത്തിൽ കൂടി കടന്നുപോയത്. അയാൾ ജീവനോടെ രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സമീപത്ത് നിൽക്കുന്ന വാണ്ടയാകട്ടെ ആ ഷോക്കിൽ നിന്നും ഇതുവരെ മുക്തയുമായിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കരയുകയാണ്. കിംബർലി വേഗം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അവർ റോബർട്ടിന്റെ പൾസ് പരിശോധിച്ചു. പൾസ് വളരെ ദുർബലമാണെന്നൊരു ഞെട്ടലോടെ അവൾ മനസ്സിലാക്കി. അയാളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് തനിക്കിനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂവെന്ന് കിംബർലി തിരിച്ചറിഞ്ഞു. വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും തന്നെ കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കിംബർലി തീരുമാനിച്ചു. ആദ്യം അവർ റോബർട്ടിന്റെ നട്ടലും തലയും ശരിയായിട്ടുള്ള വിധം ലംബമായിട്ട് കിടത്തി. മറ്റൊരാൾ CPR ചെയ്യുവാൻ തുടങ്ങി. അതേസമയം മൂന്നാമത്തെ മെഡിക് ടീം അംഗം ആംബുലൻസിലെ റേഡിയോ വഴി അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു. ഹൈവേയിൽ വലിയൊരു അപകടം നടന്നുവെന്നും റോബർട്ട് എന്ന ഒരാൾക്ക് മിന്നൽ ഏറ്റുവെന്നും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുവാനായിട്ട് ഒരു എമർജൻസി മെഡിക്കൽ ഹെലികോപ്റ്റർ വേണമെന്നുമാണ് അയാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ അയാൾക്ക് കിട്ടിയ മറുപടി ഇപ്രകാരമാണ്: ഹെലികോപ്റ്റർ ക്രൂ ഇപ്പോൾ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിലാണ്. അതിനുശേഷം ഉടൻ തന്നെ അവിടേക്ക് വരും. അതേ തുടർന്ന് അവർ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കൃത്യം ആ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് ആംബുലൻസ് പൂർണ്ണമായിട്ടും ഓഫായി. ലൈറ്റുകൾ, സൈറണുകൾ, എഞ്ചിൻ തുടങ്ങി എല്ലാം തന്നെ നിശ്ചലമായി. ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഹെലികോപ്റ്റർ വരും വരെ എങ്ങനെയെങ്കിലും റോബർട്ടിനെ ജീവനോടെ നിലനിർത്തണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആംബുലൻസിന്റെ ഉള്ളിലെ മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിച്ചേ മതിയാവൂ. അത് പ്രവർത്തിക്കണമെങ്കിൽ ആംബുലൻസ് ഓൺ ആകണം. അതിന് സാധിക്കില്ല.
ആംബുലൻസ് പൂർണ്ണമായിട്ടും ഓഫായതിൽ കിംബർലിയും കൂട്ടരും അമ്പരന്നു പോയി. കാരണം മെഡിക്കൽ ആംബുലൻസുകൾ നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം നിർമ്മാതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ആംബുലൻസ് പൂർണ്ണമായിട്ടും ഓഫ് ആകാത്ത വിധത്തിലാണ് അതിൻ്റെ നിർമ്മാണം. അതിനു വേണ്ടിയിട്ട് എല്ലാ ആംബുലൻസിലും 2 ബാറ്ററികൾ വയ്ക്കാറുണ്ട്. ഒരെണ്ണം മെയിൻ ബാറ്ററിയും മറ്റൊന്ന് ബാക്കപ്പുമാണ്. എന്തെങ്കിലും കാരണത്താൽ പ്രധാന ബാറ്ററി പ്രവർത്തിക്കാതെ പോയാൽ ബാക്കപ്പായിട്ട് നൽകിയിരിക്കുന്ന ബാറ്ററി ഉപയോഗിച്ച് ആംബുലൻസിൻ്റെ ഉള്ളിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ സംഭവിച്ചതാകട്ടെ നേരെ തിരിച്ചാണ്. 2 ബാറ്ററികളും ഒരേ സമയം നിലച്ചിരിക്കുന്നു. അതോടൊപ്പം കിംബർലി മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കി. റോബർട്ടിൻ്റെ പൾസ് നിലച്ചിരിക്കുന്നു. ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ അയാൾ മരിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് കുഴങ്ങി നിൽക്കുമ്പോഴാണ് കിംബർലിയും കൂട്ടരും ഒരു ശബ്ദം കേട്ടത്. ആരോ അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് ഒച്ച ഉണ്ടാക്കുന്നു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പഴയ കാലത്തുള്ള സ്ത്രീകൾ ധരിക്കുന്ന നീണ്ടു കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആ റോഡിലൂടെ അവരുടെ നേരെ ഓടി വരുന്നു. ഇതൊരു വിജനമായിട്ടുള്ള ഹൈവേ ആണ്. സമീപത്തെങ്ങും ജനവാസ മേഖലയേ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ത്രീ ഭൂമിയിൽ നിന്നും മുളച്ചു വന്നതുപോലെ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ബൈബിൾ വീശിക്കൊണ്ടാണ് അവൾ ഓടി വരുന്നത്. ഇതിനിടെ ആ സ്ത്രീ ഒച്ച ഉയർത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു, ഹലോ, എന്നെ ഒന്ന് അവനെ തൊടുവാനായിട്ട് അനുവദിക്കണം. എനിക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ മരിക്കും. ഫസ്റ്റ് റെസ്പോണ്ടർമാർ പരസ്പരം നോക്കി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ അമ്പരന്നു. അവർക്കോ വാണ്ടയ്ക്കോ ഈ സ്ത്രീ ആരാണെന്ന് പോലും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്. അവൾ അപ്പോഴും ബൈബിളും വീശിക്കൊണ്ട് അവർക്ക് നേരെ അലറിക്കൊണ്ട് ആ റോഡിലൂടെ പാഞ്ഞു വരികയാണ്. ഇപ്പോൾ അവരുടെ അവസ്ഥ നമ്മളൊന്നും മനസ്സിലാക്കണം. അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത എന്തോ കാരണത്താൽ ആംബുലൻസ് ഓഫായിരിക്കുന്നു. റോബർട്ടിനെ സഹായിക്കുവാനായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ഹെലികോപ്റ്റർ വരും വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയുമില്ല. മെഡിക് ഹെലികോപ്റ്റർ വരും എന്നുള്ളത് അവരുടെ പ്രതീക്ഷ മാത്രമാണ്. അക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം അവർക്ക് അവരുമായിട്ട് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുവാനും സാധിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റോബർട്ട് ക്ലിനിക്കലി ഡെഡാണ്. അയാളുടെ പൾസ് നിലച്ചിരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പോഴാണ് ഒരു സ്ത്രീ പെട്ടെന്ന് ഈ രംഗത്തേക്ക് വന്ന് തന്നെ റോബർട്ടിനെ ഒന്ന് തൊടുവാനായിട്ട് അനുവദിക്കണമെന്നും തനിക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയുമെന്നും പറയുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർമാർ അമ്പരപ്പോടെ പരസ്പരം നോക്കി. പിന്നെ വാണ്ടയും അതേ അന്താളിപ്പിലാണ്. അപ്പോഴേക്കും ഈ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ റോബർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് വിചിത്രമായിട്ടുള്ള ഒരു ചടങ്ങ് ആരംഭിച്ചു. ആദ്യം അവൾ റോബർട്ടിന്റെ അടുത്തിരുന്ന് ബൈബിൾ പിടിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവൾ വളരെ ശാന്തയായിരുന്നു. മറ്റുള്ളവർ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അന്തിച്ചു നിൽക്കുന്നു. അധികം വൈകാതെ ആ സ്ത്രീ വല്ലാതെ വയലന്റ് ആകുവാൻ തുടങ്ങി. അവൾ തൻ്റെ കൈവശമുള്ള ബൈബിൾ റോബർട്ടിന്റെ ദേഹത്ത് അടിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് അലറി. ഈ മനുഷ്യനെ രക്ഷിക്കൂ എന്ന് ആക്രോശിച്ചു. കിംബർലിയും മറ്റുള്ളവരും വാണ്ടയും അവരെ തടഞ്ഞില്ല. കാരണം ഇതിനോടകം തന്നെ റോബർട്ട് മരിച്ചുവെന്ന് അവർക്കറിയാം. അതിൽ കൂടുതലൊന്നും ഇനി സംഭവിക്കാനും പോകുന്നില്ല. പെട്ടെന്ന് ഈ സ്ത്രീ കൂടുതൽ ആവേശത്തോടെ ബൈബിൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റോബർട്ടിന്റെ അടുത്തായിട്ട് മുട്ടുകുത്തി നിന്നു. എന്നിട്ട് വായ ആകാശത്തേക്ക് തുറന്നു നോക്കി. അപ്പോൾ അവളുടെ വായിൽ നിന്നും മറ്റൊരു ശബ്ദമാണ് പുറത്തേക്ക് വന്നത്. അവൾ അസ്പഷ്ടമായിട്ട് എന്തോ സംസാരിച്ചു. ആകാശത്തുള്ള ആരോടോ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പോലെയായിരുന്നു അവരുടെ അപ്പോഴത്തെ ഭാവം. ഇത്രയും ആയതോടെ കിംബർലിയും മറ്റുള്ളവരും ഭയപ്പെടുവാൻ തുടങ്ങി. ആ സ്ത്രീയോട് ഈ പരിപാടി ഇവിടെ വെച്ച് ഇപ്പോൾ നിർത്തണമെന്ന് ആവശ്യപ്പെടുവാനായിട്ട് അവർ തീരുമാനിച്ചു. അതിനായിട്ട് മുന്നോട്ട് അവർ നീങ്ങിയപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. ദി വുമൺ ഇൻ ബ്ലാക്ക് പ്രാർത്ഥന അവസാനിപ്പിച്ചു. എന്നിട്ട് സാവധാനം എഴുന്നേറ്റു. പിന്നെ തിരിഞ്ഞ് ശാന്തയായിട്ട് താൻ വന്ന ദിശയിലേക്ക് അതേ റോഡിലൂടെ തന്നെ മടങ്ങിപ്പോയി. ആ സ്ത്രീ അവിടെ നിന്നും അകന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആംബുലൻസ് വീണ്ടും ഓണായി. ലൈറ്റുകളും സൈറണുകളും എഞ്ചിനും തുടങ്ങി എല്ലാം വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൽ ആശ്ചര്യപ്പെടുവാനായിട്ട് ഒന്നുമില്ല. എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള തകരാറ് മൂലം ആംബുലൻസ് കേടായിട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലായതായിരിക്കാം. എന്നാൽ അവരെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മരിച്ചു എന്നവർ ഇത്രയും നേരം വിശ്വസിച്ച റോബർട്ട് മെല്ലെ ശ്വസിക്കുവാൻ തുടങ്ങി. ക്ലിനിക്കലി അയാൾ മരിച്ചിട്ട് ഏതാനും സമയമായിരുന്നു. ഇപ്പോഴിത് അയാൾ ജീവനോടെ ഇരിക്കുന്നു. എന്നാൽ ഇതിൽ ആശ്ചര്യപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, എങ്ങനെ ഇത് സംഭവിക്കും? ആംബുലൻസ് ഓഫാണ്. യാതൊരുവിധ മെഡിക്കൽ സഹായവും അയാൾക്ക് കിട്ടിയിട്ടുമില്ല. അപരിചിതയായിട്ടുള്ള ആ സ്ത്രീ എന്തോ ചെയ്തു. അതുമാത്രമാണ് അയാൾക്ക് ആകെപ്പാടെ കിട്ടിയ ട്രീറ്റ്മെന്റ്. അപ്പോഴേക്കും മെഡിക്കൽ ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം കേട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ റോബർട്ടിനെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. തുടർന്ന് വാണ്ടയും ഹെലികോപ്റ്ററും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പറന്നു. ഒടുവിൽ കിംബർലിയും മറ്റ് ഫസ്റ്റ് റെസ്പോണ്ടർമാരും മാത്രം അവിടെ അവശേഷിച്ചു. ഇന്റർസ്റ്റേറ്റ് 74 ഹൈവേയിൽ അവർ നിശബ്ദരായിട്ട് നിന്നു. ഫസ്റ്റ് റെസ്പോണ്ടർമാരിൽ ആരും തന്നെ ഈ മിറാക്കിൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. പക്ഷെ അവരെത്ര വിസമ്മതിച്ചാലും യാഥാർത്ഥ്യം വേറെയാണ്. ആ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ എന്തോ ചെയ്തിട്ടുണ്ട്. അവളുടെ ഇടപെടൽ ഒന്നു മാത്രമാണ്
റോബർട്ടിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? ഇതിന് മറ്റൊരു വിശദീകരണമില്ല. അപ്പോഴവർ ആ സ്ത്രീ നടന്നുപോയ ദിശയിലേക്കൊന്ന് നോക്കി. ഒരു അമ്പരപ്പോടെ അവർ മനസ്സിലാക്കി, അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. ഒരു കാര്യം മറക്കരുത്, അവൾ റോഡിലൂടെ ഓടി വന്ന ദിശ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരാൾക്ക് മറിഞ്ഞിരിക്കുവാനായിട്ട് അവിടെ യാതൊന്നുമില്ല. കിലോമീറ്ററുകൾ ദൂരം വെറും കണ്ണുകൊണ്ട് കാണുവാനായിട്ട് കഴിയും. റോഡിന്റെ ഒരു വശത്തായിട്ട് ഒരു വലിയ മൈതാനമുണ്ട്. അവൾ അവിടേക്കാണ് പോയതും. അവരുടെ കൺവെട്ടത്തു നിന്നും അപ്രത്യക്ഷയാകുവാനുള്ള സമയം ഒരിക്കലും ആ സ്ത്രീക്ക് കിട്ടുവാനും വഴിയില്ല. പക്ഷെ എന്നിട്ടും അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യവും. ആ സമയത്ത് കിംബർലിക്കും മറ്റുള്ളവർക്കും അറിയാത്ത മറ്റൊരു രഹസ്യം അവിടെ ഉണ്ടായിരുന്നു. അവർ പിന്നീടാണത് മനസ്സിലാക്കിയത്. ഹൈവേയുടെ വശത്തായിട്ട് കാണപ്പെടുന്ന തുറസും വിശാലവുമായിട്ടുള്ള ആ മൈതാനത്തിന് വലിയൊരു ചരിത്രം പറയുവാനുണ്ട്. 1800കളിൽ ആക്ടൺ ക്യാമ്പ് ഗ്രൗണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടതും ഒരു സംഘം ആളുകൾ താമസിച്ചു വന്നതുമായൊരു സ്ഥലമായിരുന്നു ഇത്. ഇവർ മെത്തഡിസ്റ്റ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഈ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ഉച്ചത്തിലുള്ള പ്രാർത്ഥനാ ശൈലിക്കും അസ്പഷ്ടമായിട്ട് സംസാരിക്കുന്നതിലും പേര് കേട്ടവരാണ്. എന്നാൽ 1864 വലിയൊരു ദുരന്തമുണ്ടായി. ഈ കമ്മ്യൂണിറ്റി മുഴുവനും തീ പിടിച്ച് നശിച്ചു. അതിനുശേഷം അവരിത് വീണ്ടും പുനർനിർമ്മിച്ചു. പക്ഷെ 1905 വീണ്ടും ഇതേ അപകടമുണ്ടായി. ഇത്തവണ അവരത് വീണ്ടും നിർമ്മിച്ചില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി. ഒടുവിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. അവസാനം ഒരു വലിയ ശൂന്യമായ മൈതാനമായിട്ട് ഇത് മാറുകയാണ്. ഇതാണ് ആ സ്ഥലത്തിന്റെ ചരിത്രം. എന്തായാലും റോബർട്ടിന്റെ അത്ഭുതകരമായിട്ടുള്ള അതിജീവനത്തിന്റെ കഥ നാടെങ്ങും പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി. ദി ലേഡി ഇൻ ബ്ലാക്ക് എന്നറിയപ്പെട്ട ആ സ്ത്രീ 1800കളിൽ ഇതേ ആക്ടൺ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചിരുന്ന വ്യക്തി ആയിരിക്കാം. അതൊരു പ്രേതമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു പ്രത്യേക അവസരത്തിൽ റോബർട്ടിന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് അവൾ പുറത്തു വന്നതായിരിക്കും. അവളുടെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥനകളും അസ്പഷ്ടമായിട്ടുള്ള സംസാരവും ഒടുവിൽ ആക്ടൺ ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ടായിരുന്ന മൈതാനത്തിൽ വെച്ച് അപ്രത്യക്ഷയായതും ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ സിദ്ധാന്തം ശരിയാണെന്ന് അനേകർ വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, 1980 ആ സംഭവം ഉണ്ടായ ദിവസത്തിന് ശേഷം ആരും ദി വുമൺ ഇൻ ബ്ലാക്കിനെ കണ്ടിട്ടില്ല. അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾ ഇതേക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? കമൻറ്റിൽ അറിയിക്കുക. രണ്ടാമത്തെ കഥയുടെ പേര്, യഥാർത്ഥത്തിൽ ഈ കഥയ്ക്ക് നല്ലൊരു ടൈറ്റിൽ എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിടുകയാണ്. യോയാങ്ങിൻ്റെ പ്രിയപ്പെട്ട അമ്മായിമാർ. 2011 ഫെബ്രുവരി മാസം, നേരം വൈകുന്നേരമായിട്ടുണ്ട്. 30 വയസ്സുള്ള യാങ് ചൈനയിലെ ഒരു ഗ്രാമത്തിലെ തൻ്റെ വീട്ടിലിരുന്ന് പതിവ് പോലെ അത്താഴം കഴിക്കുകയായിരുന്നു. അവന് ചുറ്റുമുള്ള മേശയിൽ അവൻ്റെ വയസ്സായിട്ടുള്ള 5 അമ്മായിമാരും ഇരിപ്പുണ്ട്. യാങ്ങും അവരും ഒരുമിച്ചാണ് താമസം. അവൻ അവരെ പൊന്നുപോലെയാണ് പരിപാലിക്കുന്നത്. അത്ര വലിയ കാര്യമാണ് യാങ്ങിന് അവരോട്. ആരും തന്നെ ആ അത്താഴത്തിൻ്റെ ഇടയിൽ പരസ്പരം സംസാരിച്ചില്ല. പൂർണ്ണമായ നിശബ്ദതയിൽ അത്താഴം കഴിച്ച് യാങ് എഴുന്നേറ്റു. നമുക്ക് അസാധാരണമെന്ന് തോന്നുമെങ്കിലും യാങ്ങിനെ സംബന്ധിച്ച് ഇത് വെറും സാധാരണമാണ്. കാരണം അവന് സംസാരിക്കുവാനായിട്ട് അത്ര വശമില്ല. ഊമയാണെന്ന് പറയുവാൻ കഴിയില്ല, എങ്കിലും ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ എന്ന് പറയേണ്ടി വരും. ഒരു ചെറിയ കാര്യം പോലും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് യാങ്ങിന് പെടാപ്പാട് പെടണം. കൂടാതെ അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയുമില്ല. ഒരു കണക്കിൽ പറഞ്ഞാൽ വൈകല്യം മൂലം സമൂഹം അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത ഒരു സാധു മനുഷ്യൻ. അതായിരുന്നു യാങ്. ജീവിതം ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുവാനായിട്ട് അവൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു. അതവനിൽ വലിയ അപകർഷതാബോധം ഉണ്ടാക്കി. മറ്റാളുകളുമായിട്ട് ഒരുമിച്ചിരിക്കുവാനോ അവരുമായിട്ട് സംസാരിക്കുവാനോ യാങ്ങിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവരുമായിട്ട് ഇടപഴകുവാൻ പോലും അവൻ മടിച്ചു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുറവുകളെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അവനെ ജീവന് തുല്യം സ്നേഹിച്ചത് അവൻ്റെ കുടുംബമായിരുന്നു. പ്രത്യേകിച്ചും അവൻ്റെ 5 അമ്മായിമാർ. അവർക്കാവട്ടെ അവൻ അവരോട് സംസാരിക്കാത്തതിൽ യാതൊരു പരിഭവമില്ലായിരുന്നു. അതുകൊണ്ട് ആ താഴമേശ പൂർണ്ണമായിട്ടും നിശബ്ദമായതിൽ ആശ്ചര്യപ്പെടുവാനായിട്ട് ഒന്നുമില്ല. അവന് വിഷമം വരേണ്ട എന്ന് കരുതിയായിരിക്കാം അവരും നിശബ്ദരായത്. തന്നോടുള്ള അവരുടെ കരുതൽ അവന് വലിയ ഇഷ്ടവുമാണ്. അതുകൊണ്ടൊക്കെ ആവാം യാങ്ങിന് അവരെ സ്വന്തം അമ്മയെ പോലെ പരിപാലിക്കുന്നതിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു. തനിക്ക് കഴിയും പോലെ അവരെ സുഖമായിട്ട് നോക്കണമെന്നും ഒരു കുറവും വരുത്തരുത് എന്നും അവൻ തീരുമാനിച്ചിരുന്നു. നിശബ്ദമായിട്ടുള്ള അത്താഴത്തിനു ശേഷം യാങ് മെല്ലെ എഴുന്നേറ്റു. അവൻ തന്നെയാണ് മേശ വൃത്തിയാക്കിയതും. തുടർന്ന് ഒരു അമ്മായിയെ അവരുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ബെഡിൽ അവരെ കിടത്തി. എന്നിട്ട് യാങ് അടുത്ത അമ്മായിയെ കൊണ്ടുപോകുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പുറത്തു നിന്നും ഉച്ചത്തിലുള്ള ചില സൈറണുകൾ കേട്ടത്. യാങ്ങും കുടുംബവും താമസിക്കുന്നത് ചൈനയിലെ വിദൂരമായിട്ടുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലുമില്ല. അതിലും ഉപരിയായിട്ട് എടുത്തു പറയേണ്ടത്, യാങ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഒരു പോലീസ് സൈറൺ കേൾക്കുകയോ പോലീസ് കാർ കാണുകയോ ചെയ്തിട്ടില്ല. അത്രയ്ക്കും വികസനം എത്താത്ത ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പതിവില്ലാത്ത ഈ ശബ്ദം കേട്ടപ്പോൾ അവൻ ആകാംക്ഷ അടക്കുവാനായില്ല. അവൻ വേഗം അമ്മായിയെ മുറിയിലെത്തുവാനായിട്ട് സഹായിക്കുന്നത് താൽക്കാലികമായിട്ട് അവിടെ വെച്ച് നിർത്തി. എന്നിട്ട് നേരെ പുറത്തേക്ക് പോയി.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യാങ് പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അവൻ്റെ വീട് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. കുന്നിൻ്റെ താഴെയായിട്ട് ഏകദേശം 600 അടി താഴെയുള്ള ഒരു ഗ്രാമത്തിൽ 2 പോലീസ് കാറുകൾ കിടക്കുന്നു. കാറിൻ്റെ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുന്നത് അവന് ഇവിടെ നിന്നാൽ കാണാം. അവൻ്റെ ഗ്രാമത്തിൽ ഗുരുതരമായിട്ടുള്ള എന്തോ വലിയ കാര്യം സംഭവിച്ചുവെന്ന് അവന് മനസ്സിലായി. ഇതാകട്ടെ യാങ് ഇന്നുവരെ കാണാത്ത ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് മലയിറങ്ങി ആ കാറുകളുടെ അടുത്തേക്ക് പോകുവാനും കാര്യങ്ങൾ അറിയുവാനും അവൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ പോലീസ് വാഹനങ്ങളുടെ അടുത്തേക്ക് പോകുവാനും അത് അടുത്തു നിന്ന് കാണുവാനും കൗതുകമുണ്ടെങ്കിലും അവനത് ചെയ്തില്ല. മറിച്ച് അവൻ കുറച്ച് ദൂരത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണുവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ പ്രധാന കാരണം തൻ്റെ വൈകല്യം ഓർത്തുള്ള അന്തർമുഖത്വവും സംസാരിക്കുവാനുള്ള കഴിവില്ലായ്മയുമായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരു കർഷകൻ ഒരു സ്വപ്നം കണ്ടു. വളരെ വിചിത്രമായിട്ടുള്ള സ്വപ്നം. പക്ഷെ അയാൾ കണ്ട ആ സ്വപ്നം ഇപ്പോഴൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു കുറ്റകൃത്യം നടന്നു എന്നതിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു അയാൾ കണ്ട ആ സ്വപ്നം. അതേക്കുറിച്ച് അന്വേഷിക്കുവാനാണ് പോലീസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിചിത്രമായിട്ടുള്ള സ്വപ്നം കണ്ട ഗ്രാമീണൻ അപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. തൻ്റെ മുഖം കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഒടുവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ കർക്കശമായിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കരച്ചിൽ നിർത്തി ശാന്തമാകണം. എന്നിട്ട് ആദ്യം മുതൽ ആ കഥ വീണ്ടും പറയുക. ഇത് കേട്ട ആ കർഷകൻ അല്പനിമിഷത്തിൻ്റെ ഉള്ളിൽ സംയമനം വീണ്ടെടുത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പോലീസുകാരുടെ ആ കഥ വീണ്ടും ആവർത്തിച്ചു. അവൻ പറഞ്ഞ വിചിത്രമായ കഥ അത് ഇതാണ്. ഏകദേശം ഒരാഴ്ച മുൻപ് ഈ കർഷകൻ ഞെട്ടിക്കുന്നൊരു സ്വപ്നം കണ്ടു. അവൻ സ്വപ്നത്തിൽ കണ്ടത് മരിച്ചുപോയ തൻ്റെ അമ്മയായിരുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ചുറ്റും ഇരുട്ടാണ്. അവർ അവനോട് സഹായിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് നിലവിളിച്ചലറുന്നു. സ്വപ്നത്തിൽ അവൻ തൻ്റെ അമ്മയെ രക്ഷിക്കുവാനായിട്ട് അവിടേക്ക് ഓടിയെത്തി. പക്ഷെ അവൻ അടുക്കും തോറും അവരെ മൂടി ഒരു നിഴൽ വീണു. പിന്നെ ആ നിഴലിന് കടുപ്പം കൂടി. ആ ഇരുട്ടിൽ അവർ അപ്രത്യക്ഷയായി. ഇതേ തുടർന്ന് കർഷകൻ ഞെട്ടി ഉണർന്നു. അവൻ ഭയപ്പെടുകയും അതോടൊപ്പം ആ സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്തു. കർഷകൻ പോലീസുകാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യമൊന്നും ഇതേക്കുറിച്ച് അധികമൊന്നും അയാൾ ചിന്തിക്കുവാനായിട്ട് പോയില്ല. ഒരു ദുസ്വപ്നം മാത്രമാണിത്. അങ്ങനെ കണ്ട് അതിനെ അവഗണിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷേ ആ സ്വപ്നം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് വന്ന എല്ലാ ദിവസങ്ങളിലും അയാൾ തുടർച്ചയായിട്ട് ഇതേ സ്വപ്നം കാണുവാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, ഇത് വെറും ഒരു സ്വപ്നമല്ല. മരിച്ചുപോയ തൻ്റെ അമ്മ തന്നോട് എന്തോ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടെ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു. അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയിട്ട് പരിശോധിക്കണം. അങ്ങനെ ഈ കർഷകൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അയാളുടെ അമ്മയുടെ കുഴിമാടം ആരോ തുറന്നിരിക്കുന്നു. അടക്കം ചെയ്ത ജഡം കാണുവാനില്ല. ആരോ അത് മോഷ്ടിച്ചിരിക്കുന്നു. ഒട്ടും വൈകാതെ അയാൾ ദൂരെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി ഇതേക്കുറിച്ച് പരാതി നൽകി. പോലീസിന് മനസ്സിലായ കാര്യം ഇതാണ്. ഈ കേസിൻ്റെ ആരംഭം ഒരു മനുഷ്യൻ കണ്ട സ്വപ്നമാണ്. അത് തന്നെ വിചിത്രമാണ്. എന്നാൽ ആ സ്വപ്നം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതും ഒരു സത്യമാണ്. മിസ്റ്ററിയും അതോടൊപ്പം റിയാലിറ്റിയും കൂടിക്കുഴഞ്ഞ ഒരു കേസ്. അതാണിപ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അവർ ഈ കർഷകനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോവുക. ഞങ്ങൾ ഒരു സെർച്ച് ടീം തയ്യാറാക്കി നിങ്ങളുടെ അമ്മയെ ഉടൻ തന്നെ തിരയാം. കർഷകൻ ശരിയെന്നും പറഞ്ഞ് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഉടൻ തന്നെ അവർ 2 സെർച്ച് ടീമിനെ തയ്യാറാക്കി. ഒരു കൂട്ടർ കാണാതായ ജഡത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പരിസര ഗ്രാമങ്ങളിലേക്കും സമീപത്തുള്ള പട്ടണങ്ങളിലേക്കും പോവും. അതേ സമയത്ത് അടുത്ത ടീം ആ കർഷകന്റെ ഗ്രാമത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ഇതായിരുന്നു അവരുടെ പ്ലാൻ. നഗരത്തിലും സമീപ ഗ്രാമങ്ങളിലും അന്വേഷിക്കാൻ പോയ പോലീസ് ടീം നിരാശരായി. അവർക്ക് യാതൊരു തുമ്പും കണ്ടെത്തുവാനായില്ല. പക്ഷേ അതേ സമയത്ത് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ട പോലീസ് ടീമിന് ചില മുന്നേറ്റം നടത്തുവാനായിട്ട് കഴിഞ്ഞു. അവർ ഓരോ വീടും കയറി ഇറങ്ങുകയും കണ്ടുമുട്ടുന്ന സകല വ്യക്തികളോടും കാണാതായ ജഡത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്നും ചോദിച്ചു. ഈ തിരച്ചിലിൽ അവർക്ക് ഒരു ലീഡ് കിട്ടുകയാണ്. അതവരെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് നയിച്ചത്. ഒരു മലയുടെ മുകളിലേക്ക്. നമ്മൾ തുടക്കത്തിൽ കണ്ട യാങ്ങിൻ്റെ വീട്ടിലേക്ക്. പോലീസ് യാങ്ങിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. അവർ അകത്തേക്ക് കയറാതെ പുറത്തു നിന്നുകൊണ്ട് യാങ്ങിനെ വിളിച്ചു. എന്നാൽ മറുപടി കിട്ടിയില്ല. വീടിൻ്റെ ഉൾവശം പൂർണ്ണമായിട്ടും ഇരുട്ട് നിറഞ്ഞതും നിശബ്ദവുമായിരുന്നു. പോലീസ് കുറച്ച് മിനിറ്റുകൾ കൂടി അയാളെ വിളിച്ചു. ഒടുവിൽ വീട്ടിലുള്ള ആരെങ്കിലും പുറത്തു വന്ന് സംസാരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോഴും യാതൊരു മറുപടിയും കിട്ടിയില്ല. അവർ അവസാനം അകത്തേക്ക് കടക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇരുൾ നിറഞ്ഞ ഇടുങ്ങിയ ആ വീടിൻ്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചു. വീടിൻ്റെ ഉള്ളിലായിട്ട് എല്ലായിടത്തും മുഷിഞ്ഞ ടവലുകളും അതുപോലെ വൃത്തിയാക്കാത്ത പാത്രങ്ങളും നിരന്നു കിടന്നിരുന്നു. ഒരു മാലിന്യ കൂമ്പാരം പോലെയാണ് അതിൻ്റെ ഉൾവശം കാണപ്പെട്ടത്. കലശലായിട്ടുള്ള ദുർഗന്ധം എമ്പാടും വമിക്കുന്നുണ്ട്. പോലീസ് ഓരോ കാലടി വയ്ക്കുമ്പോഴും അവരുടെ കാൽക്കീഴിൽ നിരത്തിയിട്ട പലകൾ ഞെരിയുന്ന ശബ്ദമുയർന്നു. യോയാങ്, നീ ഇവിടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാ, അവർ വിളിച്ചു കൂവി. മറുപടി കിട്ടിയില്ല.
ഒടുവിൽ അവർ ആ വീടിൻ്റെ ഏറ്റവും അവസാനത്തെ മുറിയിലെത്തി. ആ മുറിയിൽ യാങ്ങിൻ്റെ അമ്മായിമാർ എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. യാങ് ഇതിനോടകം അവരെയും ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. ഇതിനിടെ പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. പോലീസിന്റെ ഉച്ചത്തിലുള്ള വിളിയോ അതുപോലെയുള്ള മറ്റ് ശബ്ദ കോലാഹലങ്ങളോ ഒന്നും തന്നെ യാങ്ങിന്റെ അമ്മായിമാരെ ഉണർത്തിയില്ല. അവർ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവർക്ക് എങ്ങനെയാണ് ഈ കോലാഹലത്തിൽ ഒന്നും അറിയാതെ ഉറങ്ങുവാനായിട്ട് കഴിയുന്നത്? പോലീസ് അവിടെ കിടക്കുന്ന 5 സ്ത്രീകളുടെയും അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അവർ മനസ്സിലാക്കിയത്. ആ കർഷകൻ കണ്ട സ്വപ്നം അതിതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. യാങ്ങിന്റെ വീട്ടിലെ അവസാനത്തെ മുറിയിൽ കിടന്നിരുന്നത് 5 മൃതദേഹങ്ങളായിരുന്നു. അതിൽ ഒരു ജഡം ആ കർഷകന്റെ അമ്മയുടെ ആയിരുന്നു. മൃതദേഹങ്ങൾ വേഗത്തിൽ അഴുകാതിരിക്കുവാൻ വേണ്ട പരിപാലനങ്ങളും അയാൾ ചെയ്തിരുന്നു. കുറെ കാലമായി യാങ് ഈ സ്ത്രീകളെ തന്റെ കുടുംബാംഗങ്ങളായിട്ട് കണക്കാക്കി അവരുടെ ഒപ്പം ജീവിച്ചു വരികയായിരുന്നു. അവൻ അവരെ തന്റെ അമ്മായിമാരായിട്ട് പരിഗണിച്ചു. ജീവനുള്ളവരോട് എന്നതുപോലെ സ്നേഹത്തോടെ അവരെ പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്തു. ഈ മരിച്ചവരെല്ലാം താഴെയുള്ള ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളായിരുന്നു. എല്ലാവരും സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാലാണ് മരിച്ചത്. അതിനുശേഷം അവരെ അടക്കം ചെയ്ത് അന്ന് രാത്രിയിൽ തന്നെ അവിടെ എത്തി ആ കല്ലറ തുറന്ന് യാങ് അവരെ തന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. അതിന് കാരണം ജീവിച്ചിരുന്ന സമയത്ത് ഈ സ്ത്രീകൾ അവനോട് വളരെ ദയാപൂർവം പെരുമാറുകയും അവനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടാണ്. സമൂഹത്തിൽ നിന്നും ഇത്രയും കാലം വരെ അവഗണനയും തിരസ്കരണവും കിട്ടിയിരുന്ന യാങ്ങിനും അവരോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവരുടെയൊക്കെ മരണം അംഗീകരിക്കുവാനായിട്ട് അവന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഗ്രാമത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച തുമ്പിതായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവിടെയുള്ള ഒരു കർഷകൻ ഒരു കാഴ്ച വളരെ യാദൃശികമായിട്ട് കണ്ടു. ഭാരമുള്ള എന്തോ ഒന്ന് ചുമന്നുകൊണ്ട് യാങ് മലയിലേക്ക് കയറി പോകുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു മൃതദേഹം പോലെയാണ് അയാൾക്കത് തോന്നിയത്. തൻ്റെ ആ തോന്നൽ അയാൾ പോലീസിനോട് പറയുകയും ചെയ്തു. ആ സൂചനയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. ഇനി യാങ്ങിൻ്റെ വീടിനെക്കുറിച്ചും ചിലത് പറയേണ്ടതുണ്ട്. അതൊരു സാധാരണ വീടല്ലായിരുന്നു. മലമുകളിലെ ഒരു ഗുഹയിലായിരുന്നു അയാൾ താമസിച്ചു വന്നത്. മറ്റുള്ളവരെ പോലെ സ്വന്തമായിട്ട് വീടോ കുടുംബമോ സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അയാൾക്കില്ല. അവൻ്റെ ഗുഹയുടെ ഉൾവശമാകെ കാർഡ്ബോർഡുകളും പലകയും നിരത്തിയിട്ടിരുന്നു. താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടി നിർമ്മിച്ച ഏതാനും കട്ടിലുകളും ഒരു ഊണുമേശയും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വൈകാതെ യോയാങ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അധികാരികൾ അയാളെ ഒരു മനോരോഗ ആശുപത്രിയിലേക്ക് അയച്ചു. യാങ് കല്ലറുകളിൽ നിന്നും മോഷ്ടിച്ച എല്ലാ ശരീരങ്ങളും വീണ്ടും അടക്കം ചെയ്തു. അതിനുശേഷം ആ കർഷകന്റെ ആവർത്തിച്ചുള്ള സ്വപ്നങ്ങൾ എന്നേക്കുമായിട്ട് നിലച്ചു. ഇന്നത്തെ കഥകൾ ഇവിടെ തീരുകയാണ്. ഇത്തരം കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അറിയിക്കണം. ധാരാളം പറയുവാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.